വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നൊരു വീക്കെൻഡാണ്. അപ്പോൾ ഞങ്ങളിവിടെ അലക്സാണ്ടർ പ്ലാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഐക്കോണിക് സെൻ്ററുണ്ട്. അപ്പോൾ ഞാനും അഖിലും കൂടെ അങ്ങോട്ട് പോവുക. അപ്പോൾ ഞാനെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. ലെറ്റ്സ് ഗോ. ഇവിടെ ബസ് പിടിക്കാൻ വേണ്ടി പോവാം. ബസ്സോ അല്ലെങ്കിൽ ട്രാമോ ഏതെങ്കിലും ഒന്ന് കിട്ടും. അപ്പം ഇവിടുത്തെ ഒരു ട്രാം പോയി കഴിഞ്ഞ് ഇനി അടുത്ത ഉടനെ കാണും. ജസ്റ്റ് 1 to 2 മിനിറ്റ്സിനുള്ളിലൊക്കെ ഇവിടെ ബസ്സും ട്രാമും എല്ലാം അവൈലബിളാണ്. ഇവിടുന്ന് അടുത്ത കോപ്പനിക്കിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത ട്രെയിനോ ബസ്സോ എന്തെങ്കിലും പിടിച്ചിട്ട് വേണം അലക്സാണ്ടർ പ്ലാറ്റ്സിൽ പോകാൻ. ഒരു ട്രാം വന്നു. ഇതല്ല നമുക്ക് പോകേണ്ടത്. നമുക്ക് അടുത്ത വരുന്നത് 62 അതാണ് പോകേണ്ടത്. അതാണ് കോപ്പനിക്കിലോട്ട് പോകുന്നത്. 62 ഈ ബോർഡിൽ കാണിക്കുക. 62 3 മിനിറ്റ്സിനുള്ളിലുണ്ട്. അതിനകത്താണ് നമുക്ക് പോകേണ്ടത്. ഫൈനലി ഞങ്ങൾ കോപ്പനിക്ക് എത്തി. ഇനി അടുത്ത ട്രെയിൻ പിടിക്കാൻ വേണ്ടി പോവുക. ട്രെയിൻ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായി. കൂടെ കയറിയിട്ടാണ് അടുത്ത ട്രെയിൻ പിടിക്കുന്നത്. ട്രെയിൻ എസ്ബാൻ എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ 18ാം പടി കയറുന്നതാകും. കയറി ഊപ്പാട് വരും. നമ്മുടെ വണ്ടി വന്നു. നമ്മുടെ നാട്ടിലെ KSRTC ബസ് ഉണ്ടല്ലോ, അതുമാതിരി ഉള്ളതാണ് ഇവിടുത്തെ ഈ ഒരു ട്രെയിൻ. എസ്ബനാസിലെത്തി. ഇനി അടുത്ത ട്രെയിൻ പിടിക്കാൻ വേണ്ടി പോകാം. ഇനി അടുത്ത പ്ലാറ്റ്ഫോം നോക്കാം. അവിടെ പോയിട്ട് വേണം അടുത്ത എടുക്കാൻ. അതിൽ നാളെ വീഡിയോയിൽ വരാൻ. പിടിച്ച് ട്രെയിൻ കിട്ടി. ഞങ്ങൾക്ക് മാറിപ്പോയി പ്ലാറ്റ്ഫോം. പിന്നെ ഓടി ടൈമിന് 2 മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഓടി കിട്ടി ഫൈനലി. ഇത് കഴിഞ്ഞാൽ പിന്നെ 11 മിനിറ്റ്സിലേ ഉള്ളൂ. അപ്പോൾ അത്രയും നേരം ഇവിടെ നിൽക്കണമല്ലോ എന്ന് വെച്ച് ഓടിപ്പിടിച്ച് കയറി. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. അലക്സാണ്ടർ പ്ലാറ്റ്സ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണത്. ഇവിടെ എക്സിറ്റ് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അപ്പം ഇവിടെ എക്സിറ്റിന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ TV ടവറാണ്. ജർമ്മനിയിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഇതൊരു ഐക്കോണിക് സെൻ്ററാണ് ബെർലിനിലെ. അടുത്ത് നിന്ന് കാണുമ്പോൾ എത്ര നിങ്ങൾക്ക് കാണാമൊക്കെ എന്ന് എനിക്കറിയില്ല. അല്ലാണ്ട് ദൂരെ നിന്ന് കാണുന്നതാണ് ഇതിൻ്റെ ഭംഗി. ഞാൻ വേറൊരു വീഡിയോ ഇടാം. അതിൻ്റെ അടുത്തൊരു ട്രാം പോകുന്നുണ്ട്. ഒരു ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസാണ് അലക്സാണ്ടർ പ്ലാറ്റ്സ്. ക്രോസ് ചെയ്യാം. ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങണമെന്നുണ്ട്. അപ്പോൾ അത് ആ കട നോക്കി പോകും. ഇവിടെ സാറ്റാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇലക്ട്രോണിക് ഷോപ്പുണ്ട്. അങ്ങോട്ടേക്ക് പോവുക. എന്താ ആഗ്രഹിച്ചിരിക്കുന്നത്? അഖില് വീഡിയോയുടെ മുമ്പിൽ വരത്തില്ല. അഖില് കുറച്ച് നാണമുള്ള കൂട്ടത്തില്ല. നേരത്തെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചതിന് ബഹളമായിരുന്നു, വഴക്കുണ്ടായി. ഇതിന് താല്പര്യമില്ലാത്തവരെ ഞാൻ കാണിക്കുന്നില്ല. ഇത് വേൾഡ് ക്ലോക്കാണ്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ? ഞങ്ങൾ ഇന്നാളിവിടെ വന്നിട്ട് ഇത് ശ്രദ്ധിച്ചില്ല. ഇന്നായത് ശ്രദ്ധിക്കുന്നത് ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. കുറേ ഷോപ്സും പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ ട്രാമാണ്. അപ്പോൾ അത് വരുന്നതിന് മുമ്പേ ക്രോസ് ചെയ്യാം പെട്ടെന്ന്. ഓരോ സ്ഥലത്തെയും ടൈമിൻ്റെയാണ് കാണിച്ചത്. സിഡ്നി, മെൽബൺ ഓസ്ട്രേലിയയിലുള്ള അത്, ടോക്കിയോ, ബാങ്കോക്ക്, അങ്ങനെ ഓരോ സ്ഥലത്തെ ടൈമാണ് ഇതിനകത്ത് കാണിക്കുന്നതെന്ന് തോന്നുന്നു. യെസ്, അതെ, അത് തന്നെയാണ്. നമ്മുടെ ഇല്ല കേട്ടോ, ഇല്ലെന്നാ തോന്നുന്നത്. മുകളിലുള്ളത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ല സൺലൈറ്റാണ്, നല്ല ചൂടുണ്ട്. യെസ്, ഫൈനലി നമ്മുടെ ഇന്ത്യയുണ്ട്, ന്യൂഡൽഹി. എല്ലാവരും ഇതിൻ്റെ ചുറ്റും നിന്ന് നോക്കുക. അലക്സാണ്ടർ പ്ലാറ്റ്സ് എപ്പോഴും ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ബെർലിനിലെ. നല്ല ഫുഡ് കഴിക്കാനായാലും ഷോപ്പിംഗ് ആയാലും ഒരുപാട് ഷോപ്സും അങ്ങനെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. സോ എല്ലാവരും തന്നെ ബിയറൊക്കെ കുടിച്ച് ചില്ല് ചെയ്തിരിക്കുക രാവിലെ തന്നെ. നമ്മൾ കോഫി ആണെങ്കിൽ ഇവരൊക്കെ ബിയറാണ് കുടിക്കുക.
പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സമ്മറൊക്കെ എൻഡ് ചെയ്യുവാണല്ലോ, അപ്പോൾ അതിനു വേണ്ടിയുള്ള ഞാൻ തോന്നുന്നു പിള്ളേരൊക്കെ കളിക്കുന്ന റൈഡ്സും അതും ഇതും എല്ലാം ഉണ്ട് ഇന്നിവിടെ. നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണുമ്പോൾ. ഇതിനകത്ത് കയറാനാണ് എനിക്ക് തോന്നുന്നത്. അഖിൽ എന്നെയും കൂടെ കയറ്റുമോ അതിനകത്ത്? എന്നെയും കൂടെ കയറ്റുമോ? നൈക്കിൻ്റെ ഷോറൂമൊന്നും അല്ല, അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാന്ന് വെച്ചു. എങ്കിലും നൈക്കിൻ്റെ ഷൂ വേണമെന്ന് പറഞ്ഞ് കുറേ നാളുകൊണ്ട് നടക്കുന്നു. സോ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി. കൊള്ളാവോ? എന്നാലും ഞങ്ങൾ നൈക്കിൻ്റെ ഷോറൂമിൽ പോയായിരുന്നു. അന്ന് ഭയങ്കര റേറ്റ് കുറവായിരുന്നു. ഷോറൂമല്ല, ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അവിടെ. അന്ന് വിലക്കുറവായിരുന്നു. ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല റേറ്റ് അവിടെ. എന്നാൽ ഞങ്ങൾ ഔട്ട്ലെറ്റിൽ പോയപ്പോൾ അതിൻ്റെ പകുതി ഹാഫേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിവിടെ നല്ല റേറ്റ്, അതുകൊണ്ട് എടുത്തില്ല. അടുത്തത് സാറ്റേണിൽ കയറാമല്ലേ? സാറ്റേണിൽ കയറി ഒരു സെൽഫി സ്റ്റിക്ക് മേടിക്കാൻ കരുതി. വെറുതെ അല്ല, ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി. ഇതൊന്നും ഇല്ല, ജസ്റ്റ് കയറി നോക്കാമെന്ന് കരുതി. വലിയ റേറ്റ് ഇല്ലെങ്കിൽ മേടിക്കാം. സാറ്റേണിൽ പോവാ. നമ്മൾ കോപ്പനിക്കിലൊരു സാറ്റേൺ, പക്ഷെ അത് കുറച്ച് ചെറുതാണ്. ഇത് കുറച്ച് ബിഗാണ്. അപ്പം ഇങ്ങോട്ടേക്ക് വന്ന് നോക്കാമെന്ന് വെച്ചാൽ അപ്പോൾ കുറേ കളക്ഷൻ കാണുമെന്ന് കരുതി. ഇതെന്തോ അല്ലേ? ഇസഡ് ഫ്ലിപ്പോ? വാ, നൈസായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഗാഡ്ജറ്റ്സും എല്ലാം ഉണ്ട്. ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടോ? നമ്മുടെ പണ്ടത്തെ ഫോൺ ഉണ്ടല്ലോ, അതേമാതിരി ഉണ്ട്. അത് തന്നെയാണെന്ന് തോന്നുന്നു. ആ നൈസ്. അഖിലിന് ക്യാമറ ഫോൺ എന്ന് വെച്ചൊരു വീക്ക്നെസ് ആണ്. എവിടെ അതുണ്ടോ ഓടി അവിടെ എത്തും. നൈസ്. ഇതിപ്പോൾ ചെറിയൊരു ടാബായിട്ട് യൂസ് ചെയ്യാം, ഫോണായിട്ട് യൂസ് ചെയ്യാം അല്ലേ? ഭംഗിയുണ്ട് ഈ JBL അല്ലേ. ആ നൈസ് ഒരു സാധനം. ഓവനെ പോലെ അത്ര ഉണ്ട്. സെൽഫി സ്റ്റിക്ക് മാത്രം കിട്ടിയില്ല. അവിടെ 2-4 ഇരുന്നു. അത് വലിയ ഭംഗിയൊന്നുമില്ല. വാവ് നൈസ്, നല്ല ഭംഗിയുണ്ട്. മാർഷാൽ ക്യൂട്ട് സാധനം. മാർഷാലിൻ്റെ ചെറുത് എല്ലാ ടൈപ്പും ഉണ്ടല്ലേ. ആയിട്ടുണ്ട് ഈ ക്യാമറാസ്. നോക്കിയേ എത്ര ക്യൂട്ടാ. വാവ് നൈസ്. യെസ് ഫൈനലി കണ്ടു. അഖിലേ ഇത് നോക്കിയേ, റിംഗ് ലൈറ്റും ഒക്കെ ഉണ്ട്. അതൊന്നും വേണ്ടല്ലോ. 3 നില ബിൽഡിംഗ് ആയിരുന്നു. ഞങ്ങൾ ആ മുകളിൽ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഇനി താഴോട്ട് പോയി നോക്കാമെന്ന് വരും. ഇനി ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുത്തു. വലിയ ഇതൊന്നും ഇല്ല, എന്നാലും ഓക്കെയാണ്. സാറ്റേണിൽ നിന്ന് ഇറങ്ങി ഒരു ചെറിയ സെൽഫി സ്റ്റിക്ക് മേടിച്ചു. ഇത് നല്ല ദാഹിക്കുന്നു. അപ്പോൾ കോഫിയോ ജ്യൂസോ എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതി. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ എല്ലാം. നല്ല ചൂടുമുണ്ട്. 26 ഡിഗ്രി ഉള്ളൂ, എന്നാലും നല്ല ചൂടാണ്. നമ്മുടെ നാട്ടിൽ 40 ഡിഗ്രി ഒക്കെ ഉണ്ടെന്ന് അറിയാവുന്നത്. പക്ഷേ ഇവിടുത്തെ 26 ഒക്കെ നമ്മുടെ നാട്ടിലാണൊക്കെയുള്ള ചൂട് തന്നെയാണ്. ഇങ്ങനെ ഇട്ട് നല്ല ഭംഗിക്ക് വെച്ചേക്കുന്ന ജ്യൂസും അങ്ങനെ എന്തോ ആണ്. ബർഗർ കിങ്ങുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാന്ന് കരുതി. എന്തെങ്കിലും ഇപ്പം സമയം 1 മണിയാവുന്നു. അതുകൊണ്ടാണ് വിശപ്പ്. അങ്ങോട്ട് കയറി എന്തെങ്കിലും കഴിക്കാന്ന് കരുതി. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ TV ടവർ കാണാൻ പറ്റും. നമ്മളെന്ത് ബർഗർ കഴിക്കുന്നോക്കില്ലേ? ഓക്കെ. സോ ഫുഡ് ഓർഡർ ചെയ്ത് മേടിച്ചിട്ട് കാണാം. സെൽഫ് ഓർഡർ ചെയ്യുമ്പോൾ വലിയ തിരക്കില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. അല്ലാണ്ട് ഓർഡർ ചെയ്യണമെങ്കിൽ നല്ല ക്യൂ നിന്ന് ഓർഡർ ചെയ്യണം. പിന്നെ മക്ഡി KFC അതുമാതിരി ഉള്ളത് അടുത്താകുമ്പോൾ കുറച്ച് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അല്ലാണ്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കഴിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ആകും. 2 പേര് കഴിക്കണമെങ്കിൽ തന്നെ നല്ല റേറ്റ് ആകും. അതുകൊണ്ട് നമ്മളെപ്പോഴും വെളിയിൽ പോകുമ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ മക്ഡിയോ KFCയോ ആ മാതിരിയുള്ള സ്ഥലങ്ങളാണ്. 2 ബർഗർ മേടിച്ചു. അപ്പോൾ ഇപ്പോൾ അഖിൽ സാധനം മേടിക്കാൻ പോയി. കിട്ടിയോ?
ഫുഡ് കഴിച്ചിറങ്ങി. നെക്സ്റ്റ് ഷോപ്പ് ചെയ്യാന്ന് കരുതി. ആണ് പ്രിമാർട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് കയറി. യെസ്, കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ സൈസ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ ജർമ്മൻസിന് നല്ല ടോളാണ്. അപ്പോൾ അവരുടെ സൈസിനുള്ളതായിരിക്കും അവിടെ ഉള്ളത്. സൈസ് നല്ല ബുദ്ധിമുട്ടാണ്. എല്ലാം ബിഗായിരിക്കും. എത്ര എക്സ്ട്രാ സ്മോൾ എടുത്താലും അത് ബിഗായിരിക്കും. നല്ല ഭംഗിയുണ്ട്. ഇവിടെ തണുപ്പത്തിടുന്ന ഷൂസാണ്. നൈസ്. ഇത് ലാർജാണ്. ഇത് സൈസ് അല്ല. നമ്മൾ കിഡ്സിന്റെ സെക്ഷൻ നോക്കിയാലോ? വീക്ക് ഡേയ്സിലായാലും പ്രിമാർക്കിൽ ഇതുമാതിരി തന്നെ തിരക്കാണ്. ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വന്നപ്പോഴും ഇതേമാതിരി തിരക്കായിരുന്നു. ക്യൂ നിന്നൊക്കെ ആളുകൾ കയറും ചില ടൈമിൽ. ഇന്ന് മാൾട്ടയിൽ പ്രിമാർക്കില്ല. അപ്പം നേരത്തെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ പ്രിമാർക്കിൽ പോകാൻ വേണ്ടി ഇറ്റലിയിൽ പോകും. ഒരു ഡേ എടുത്ത് പോകാറുണ്ടെന്ന്. അപ്പം ഞാൻ കരുതി ഇവർക്കൊക്കെ വട്ടാണോന്ന്. ഇപ്പം മനസ്സിലായി എന്താണെന്ന്. കുറേ അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് വാങ്ങാൻ പറ്റും. ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ലെങ്കിലും അഫോർഡബിൾ ആയിട്ട് കിട്ടും. കുറച്ച് നാൾ യൂസ് ചെയ്യാം. യൂറോപ്പിലെ പല സിറ്റി സെൻറ്ററിലും കാണുന്ന ഒരു ലാൻഡ്മാർക്കാണ് ഈ വാട്ടർ ഫൗണ്ടെയിൻ. അലക്സാണ്ടർ പ്ലാറ്റ്സിലെ വൺ ഓഫ് ദ ലാൻഡ്മാർക്കാണിത്. ഇത് അടുത്തുള്ള വേറെ സ്ഥലത്തും ഇത് കാണാം. അങ്ങനെ ഞാൻ അവിടെ പോയി കുറച്ച് ഷോപ്പ് കാണിക്കാമെന്ന് കരുതി അൺഎക്സ്പെക്റ്റഡ് പോലെ പോയി ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്തോ ഫെസ്റ്റിവൽസൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ബാഗൊക്കെ കരകൗശല വസ്തുക്കൾ ആ മാതിരി ഉണ്ടാക്കിയതാണ്. ഇത് ലെതറൊന്നുമല്ല, മറ്റേ കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന അതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇവിടെ നമുക്കൊരു ബാഗ് അനുഭവം ഉണ്ടായി. ഞാൻ പറയാം. വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. ഞങ്ങളവിടെ ഒക്കെ കുറേ ഇങ്ങനെ ഷോപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ആരൊക്കെയോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ അവിടുത്തെ ഓണർ പോലുമല്ല, ഒരു സ്ത്രീ വന്നിട്ട് ഇത് ആരുടെ പെർമിഷൻ എടുത്തിട്ടാണോ നിങ്ങൾ ഈ ഫോണിൽ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷൗട്ട് ചെയ്തു. അങ്ങനെ അപ്പോഴത്തേക്കും ആ ഓണർ തന്നെ വന്നു. ഓണറിന് പ്രശ്നമില്ല, പക്ഷേ ആ കണ്ടു നിന്ന് അവർക്ക് ഭയങ്കര പ്രശ്നം. എന്തല്ലേ, നമ്മളെ നല്ലൊരു ഇങ്ങനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ അലക്സാണ്ടർ പ്ലാറ്റ്സ് ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസാണെന്ന്. എപ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഇങ്ങനെ നടക്കും. ഇന്നിവിടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ടത് ഇവിടെ കുറച്ച് പിള്ളേരെല്ലാവരും കൂടെ ചേർന്നൊരു ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ. ഭയങ്കര ഒരു വൈബായിട്ടുള്ളൊരു പ്ലേസാണിത്. ഒരു ഐക്കോണിക് സെൻറ്റർ തന്നെയാണ് ബെർലിനിലെ. ഈ കാണുന്നതാണ് ബെർലിൻ കത്തീഡ്രൽ. TV ടവറും മ്യൂസിയവും കത്തീഡ്രലും എല്ലാം തന്നെ അലക്സാണ്ടർ പ്ലാറ്റ്സിലാണ്. ഇവിടെ എപ്പോഴും ഹാപ്പനിങ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നല്ല പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും അവിടെ ആളുകളൊക്കെ വന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ബെർലിൻ കത്തീഡ്രൽ. ഫസ്റ്റ് ലുക്കിൽ എനിക്ക് തോന്നിയത് നമ്മുടെ താജ്മഹൽ പോലെ ഉണ്ടെന്നാണ്. താജ്മഹൽ ഞാൻ പോയിട്ടില്ല, പക്ഷേ ഇനി നെക്സ്റ്റ് ടൈം എനിക്ക് പോകണമെന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ നമ്മുടെ ബെർലിൻ TV ടവറും കാണാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവർ ഈ സ്ട്രക്ചറൊക്കെ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ആർക്കിടെക്ചറും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടെ എത്രമാത്രം കാണാൻ ഒക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. അതിൻ്റെ ആ ഡോമും എല്ലാം അതിൽ ചെയ്തേക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു വാട്ടർ ഫൗണ്ടെയിനിൽ പിള്ളേരൊക്കെ വന്ന് ഡാൻസൊക്കെ കളിച്ച് അവിടെ ചെറുതായിട്ട് റെയിൻബോയും ഒക്കെ കാണാം. എല്ലാവരും നിന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു മ്യൂസിയം. ഐലൻഡ് മ്യൂസിയം എന്നാണ് ഇതിനെ എല്ലാത്തിനെയും അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഇത് ഇവിടുത്തെ പാർലമെൻറ്റോ അങ്ങനെ എന്തോ ഇവിടുത്തെ ഗവൺമെൻറ് ആ മാതിരിയുള്ളത്. ഇത് ഇത്രമാത്രം നീളമുള്ളതായി ക്യാമറയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഇത് ഭയങ്കര നീളത്തിൽ ഉള്ള ഒരു ബിൽഡിങ്ങാണത്.
എല്ലാവരും സൺലൈറ്റ് ഉണ്ടായതുകൊണ്ട് എല്ലാവരും വെളിയിലാണ് ചില്ല് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഒരു മന്താണിത്. കത്തീഡ്രല് ഓൾമോസ്റ്റ് 10 years കൊണ്ട് പണി കഴിപ്പിച്ച ഒരു കത്തീഡ്രലാണ്. ഇത് World War II ഇത് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ റീഫർബിഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഞങ്ങളും കുറച്ച് നേരം അവിടെ ഇരുന്നു. നടന്നതിൻ്റെ കാലം ഒരുപാട് കഴിച്ചു. ഇവിടെ യൂറോപ്പിൽ നടന്നിട്ടാണ് എല്ലാം കാണാനുള്ളത്. അപ്പം ഒരുപാട് നടക്കണം. ഒരു ദിവസം തന്നെ നമ്മളൊരു 1000 steps എങ്കിലും നടക്കും. അങ്ങനെ അതിന് തൊട്ടടുത്ത് തന്നെ ആ മ്യൂസിയം. അപ്പോൾ ഇനി മ്യൂസിയത്തിലോട്ട് പോകുക. ഇവിടെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലായിടത്തും ഷോപ്സും ഇങ്ങനെ സ്ട്രീറ്റിൽ ഓരോ ഷോപ്സ്, ഫുഡിൻ്റെയും ഓരോ ഡ്രസ്സും അങ്ങനെയൊക്കെ ഒരുപാട് ഷോപ്സ് കാണാൻ പറ്റും. ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നല്ല വൈബുമാണ്. ഇതാണ് ബെർലിൻ മ്യൂസിയം. ഇവിടെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ പച്ചപ്പൊക്കെ കാണാം. അപ്പുറത്തെ സൈഡിൽ ആളുകളൊക്കെ ഇരുന്ന് കിടന്ന് കുറച്ച് സൺലൈറ്റ് കൊണ്ട് ചില്ല് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സിംഹത്തിനെയും വെച്ചിട്ടുണ്ട്. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെ എല്ലാത്തിലും മുമ്പേ തന്നെ ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമ്മൾ കത്തീഡ്രൽ കാണാം, അതിൻ്റെ മുകളിലെ ഡോം കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഇത് മ്യൂസിയം ഓഫ് ദ ബെർലിനാണ്. അപ്പോൾ അതിന് മുകളിലോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കിടക്കുന്നത് ഞങ്ങൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി കയറുക. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിവിടെ വരുന്നത്. ഇതിനുള്ളിൽ വേണമെങ്കിൽ എന്തോ ടിക്കറ്റ് എടുക്കണം, മുമ്പേ തന്നെ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ, അല്ലാണ്ട് കിട്ടില്ല. നെക്സ്റ്റ് ടൈം ഇതിനുള്ളിൽ കയറണം എന്നുണ്ട്. നൈസ്. എടാ മോനെ, ഇത് ലോക്കാടാ. ഇവിടുത്തെ പല സ്ട്രീറ്റിലും ഇങ്ങനെ ലൈവ് മ്യൂസിക് കാണാൻ പറ്റും. അവർ ലൈവായിട്ട് ഇങ്ങനെ മ്യൂസിക് ചെയ്യും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. അവിടെ ഫ്രണ്ടിൽ ബാഗ് വെച്ചിട്ടുണ്ട്, അത് കണ്ടിട്ട് പൈസ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഇവിടെ ഒരു റിവറുണ്ട്. അവിടെ ബോട്ട് ചെയ്യുവാണ് ആളുകൾ. ഇവിടുത്തെ സമ്മറിലെ മെയിൻ എൻ്റർടൈൻമെൻറ്റാണ് എല്ലാവരുടെയും ബോട്ട് എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ലേക്ക് കൂടെ പോവുക. നല്ല ഭംഗിയാണ് അതിലേക്ക് കൂടെ പോകുമ്പോൾ. ഇന്നാണ് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോട്ട്, കയാക്ക് ചെയ്യുന്ന ബോട്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള ബോട്ടുണ്ട്. റെസ്റ്റോറൻ്റുള്ള ബോട്ട്, അതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാൻ പറ്റും. വിൻ്ററായാൽ പിന്നെ ഔട്ട്ഡോർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ മാക്സിമം സമ്മർ ആകുമ്പോൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എല്ലാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ബോട്ട് യാത്ര ഈ ലേക്കിൻ്റെ അതിലേക്ക് കൂടെ ഉള്ള. നല്ല ടയേർഡായി ഞങ്ങൾ മോർണിംഗ് ഇറങ്ങിയതാണ്. ഇപ്പം വൈകിട്ട് 4 മണിയായി. ഇനി വീട്ടിലോട്ട് പോവുക. അതിന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ കോപ്പനിക്കിലെത്തി. ഇനി ബസ് പിടിച്ചിട്ട് അടുത്ത് നമ്മളെ വീട്ടിലോട്ട് പോകണം. നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്, അങ്ങനൊക്കെ നല്ല കാറ്റുമുണ്ട്. അതൊരു കാറ്റുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ സിഗ്നലിൽ നിൽക്കുക. സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് ബസ് പിടിക്കാം. ബസ്സിലാണ്. അപ്പോൾ ഇനി നമ്മളെ വീട്ടിലോട്ട് കോപ്പണിക്കിൽ നിന്ന് ജസ്റ്റ് 5 minutes ഇത്രയേ ഉള്ളൂ. നടന്നും വേണേൽ പോകാം, പക്ഷേ അത്രയും നടക്കാനൊന്നും വയ്യ, മടി. അതുകൊണ്ട് ബസ്സിൽ കയറിയാൽ ഇറങ്ങാം. ഇതിപ്പോൾ ട്രാഫിക്കിൽ കിടക്കുക. ട്രാഫിക്ക് ഒന്നുമില്ലെങ്കിൽ 5 minutes അങ്ങ് എത്തും. പക്ഷേ ഇവിടുത്തെ ബെർലിനിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ നല്ലതാണ്. ബസ്സും ട്രാമും എല്ലാം ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഒരു ട്രാഫിക്കൊന്നുമില്ല, ഓക്കെയാണ്. ഇതാണ് ഇവിടുത്തെ ബസ്സിൻ്റെ ഉള്ളിൽ. നമ്മുടെ പ്ലേസ് എത്തി.
ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് വീട്ടിൽ പോവാൻ. കുറച്ച് ഒരുപാടൊന്നുമില്ല. ഇത് സൈക്കിൾ ട്രാക്കാണ്. ഇതിലേക്കൂടെ സൈക്കിൾ ട്രാക്കുണ്ട്, ബസ്സുണ്ട്, എല്ലാം നോക്കിയിട്ട് വേണം ഇവിടെ ക്രോസ് ചെയ്യാൻ തന്നെ. അങ്ങനെയൊക്കെയുണ്ട്. ഞാൻ ഞങ്ങളെ വീട്ടിലോട്ട് പോകുന്ന വഴി കാണിച്ചു തരാം. ഞങ്ങൾ വീട്ടിലുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ്. മീൻസ് പിന്നെ അതേ കണക്ക് തന്നെ ഭംഗി മാത്രമൊന്നുമല്ല, എല്ലാ ട്രാൻസ്പോർട്ടേഷനും എല്ലാം തന്നെ ഇവിടെ കിട്ടും. പക്ഷേ 6 monthsേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അടുത്ത വീട് നോക്കണം. നല്ല ഭംഗിയാണ് നമ്മൾ വീട് നിൽക്കുന്ന ഈ സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതെല്ലാം മേപ്പിൾ ട്രീസ് ആണെന്നാണ് തോന്നുന്നത്. 2 months ഓട്ടോ കഴിയുമ്പോൾ ഓട്ടോ ആണല്ലോ. അപ്പോൾ അപ്പോഴേക്കും നല്ല മഞ്ഞിച്ച് പഴുത്ത് സോ മൈ ഗോഡ്, നല്ല സൺലൈറ്റ് ഉണ്ട്. നല്ല സണ്ണുള്ള ഡേ ആണ്. ഞാൻ നേരത്തെയും പറഞ്ഞു നല്ല സണ്ണുള്ള ഡേ ആണ്. സോ നമ്മൾ വീടെത്താറായി. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യുവാണ്. വേറൊരു വീഡിയോ ഒക്കെ കാണാം. ബൈ, സീ യു.